കാലം മാറുകയാണ്. മാറുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ നമ്മൾ പല അടവുകളും പഠിക്കേണ്ടി വരും, പ്രത്യേകിച്ച് സ്വയരക്ഷയുടെ കാര്യത്തിൽ. ആ കാലത്ത് വനിതകളുടെ പ്രതിരോധകരുത്തായി മാറുകയാണ് കരാട്ടെ. കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടന്ന കേരള കരാട്ടെ ടെസ്റ്റിൽ ഒറ്റയടിക്ക് 230 വനിതകളാണ് ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. അതിൽ 6 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള വനിതകളുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും കരാട്ടെ പഠിക്കാൻ സ്ത്രീകളാണ് കൂടുതൽ. എന്തായിരിക്കും കാരണം? സമൂഹത്തിൽ സ്വയരക്ഷ പ്രധാനമാണ്. ആധുനിക സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ശാരീരിക ക്ഷമതയോടൊപ്പം തന്നെ മാനസികമായ കരുത്തും അനിവാര്യമാണ്. മുൻകാലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രം പ്രാധാന്യമുള്ള ഒന്നായി കരുതിയിരുന്ന കരാട്ടെ ഇന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതശൈലിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് കാക്കനാട്ട് നടന്ന കരാട്ടെ വേദി. കൂടുതലും ലേഡീസും കുട്ടികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ സ്വയം സുരക്ഷ വേണം, സ്വയം പര്യാപ്തരാവണമെന്നുള്ള ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് വനിതകൾ ഉൾപ്പെടെ, കൂടുതലും കുട്ടികളും ഉൾപ്പെടെ പാരൻസ് ഇതിലേക്ക് കുട്ടികളെ വിടുന്നത്. ഷിറ്റോറി ഉണ്ട്, ഗോജൂറി ഉണ്ട്, ഷോട്ടോക്കാനുണ്ട്, റിയോറി ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലുത് ഏകദേശം 90% കൂടുതൽ ആളുകൾ പഠിക്കുന്നത് ഷിറ്റോറിയാണ്. ആ ഷിറ്റോറിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഷിറ്റോറി പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്പീഡ് ടെക്നിക്കുകളാണ്. ഷോബുക്കായ് ഷിറ്റോറിയു കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃക്കാക്കര ബ്രാഞ്ച് സംഘടിപ്പിച്ച അഖില കേരള കരാട്ടെ ടെസ്റ്റിൽ 230 വനിതകൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി. സ്കൂളിലെ കുട്ടികളെ പഠിക്കുന്നത് പോലെ തന്നെ ഓരോ ക്ലാസ്സിനും ഓരോ സിലബസ് എന്ന് പറഞ്ഞ പോലെ ഓരോ ബെൽറ്റിനും ഓരോ സിലബസാണ്. ഇത്ര ടെക്നിക്സ് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് വരുമ്പോഴും അതുപോലെ ഒരു സിലബസാണ്. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ളതൊരു അവസാന കാലമട്ടല്ല. കരാട്ടയെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബെൽറ്റ് ആണ് ശരിക്കും റിയലായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. രാജ്യത്ത് ആദ്യമായി 6th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായ തുതിയൂർ സ്വദേശിനി AS സുമയുടെ ശിഷ്യരായിരുന്നു ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിനെത്തിയ വനിതകളിലധികവും. പ്രായഭേദമന്യേ ഡോക്ടർമാർ അടക്കമുള്ളവർ പരിശീലനത്തിനായി സമയം കണ്ടെത്തുന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നവരും ഉണ്ട്, അല്ലാതെ കുട്ടികൾ വരുന്നതിൻ്റെ പേരിൽ കുട്ടികളുടെ കൂടെ കമ്പനിക്കായിട്ട് വന്ന് ചേർന്ന പാരൻസും ഉണ്ട്. അമ്മയും 2 പെൺമക്കളും ഒരുമിച്ച് ബ്ലാക്ക് ബെൽറ്റ് ആകുകയുണ്ടായി. ഡോക്ടർ സുജ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാഡം ഇവിടെ റിനൈ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. മാഡത്തിൻ്റെ 2 കുട്ടികളും ഇത്തവണ മാഡം ഒരുമിച്ചാണ് ബ്ലാക്ക് ബെൽറ്റ് ആയത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ മിനി എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ മിനി എൻഡോക്രൈനോളജിസ്റ്റാണ് ലക്ഷ്മി ഹോസ്പിറ്റലിലെ. മാഡത്തിൻ്റെ മക്കളുമാണ് ഒരുമിച്ച്, 3 മക്കളും ഒരുമിച്ച് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തു. മാഡത്തിൻ്റെ മോളും ബ്ലാക്ക് ബെൽറ്റ് ഇപ്പോൾ 2nd ഡാൻ ബ്ലാക്ക് ബെൽറ്റ് വരെ ആയി. കരാട്ടയിലെ നേട്ടങ്ങളിലൊന്നായ ബ്ലാക്ക് ബെൽറ്റിലേക്ക് ഇത്രയധികം വനിതകൾ ഒരേ സമയം പങ്കെടുത്ത മത്സരം ശ്രദ്ധേയമായി. ആകെ 285 പേർ പങ്കെടുത്ത ടെസ്റ്റിൽ നിന്നാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 230 വനിതകൾ യോഗ്യത നേടിയത്. സ്വയരക്ഷയ്ക്കപ്പുറം വ്യക്തിത്വ വികാസത്തിനും ഏകാഗ്രതയ്ക്കും കരാട്ടെ നൽകുന്ന സംഭാവനകൾ ചെറുതല്ലെന്ന് പരിശീലകർ പറയുന്നു. മറ്റുള്ള സ്പോർട്സുകളിൽ നിന്ന് വ്യത്യാസമാണ്. അതായത് കരാട്ടെ പഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും, അയാൾ ഫിസിക്കലി സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ കരാട്ടയിൽ പഠിക്കുന്ന മൂവ്മെൻറ്റ്സും കത്താസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സിന് വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കരാട്ടെ ആസ് സെൽഫ് ഡിഫെൻസിനും കൂടി ഉപയോഗിക്കുന്നതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്കുള്ള മാർഗമെന്ന നിലയിൽ കരാട്ടയ്ക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ചിലർ മാത്രമാണ്, ഒരു 1000 പേരൊക്കെ ചേർന്ന ഒരു 10-20 പേരൊക്കെ ആയിരിക്കും അത് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ നേരെ മാറി. കാരണം കൂടുതൽ കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ. അവരെല്ലാവരും ഒരുവിധം ഒരു 95% അവർ പൂർത്തീകരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വരുന്നത് കുറേ കാലമായിട്ട് മുഴുവൻ പെൺകുട്ടികളാണ്. കേവലം അടവുകൾ പഠിക്കുക എന്നതിലുപരി അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാമെന്ന ആത്മവിശ്വാസം ഈ ആയോധനകല നൽകുന്നു. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷമാണ് മിനിമം ഒരു ലെവൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പഠനത്തിൻ്റെ കുട്ടികളുടെ ഒരു 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് എബോയോ നമുക്ക് കുട്ടികളെ വളരെ റെയറായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എക്സാം ഒരു 3 months ഗ്യാപ്പിലാണ് കളർ ബെൽറ്റ് എക്സാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യും, റെഗുലറായിട്ട് വരികയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു 3 വർഷമൊക്കെ കൊണ്ട് ഒരു ബ്ലാക്കിലേക്ക് എത്താവുന്നതാണ്. ശാരീരികമായ കരുത്തിനൊപ്പം തന്നെ മാനസികമായ ജാഗ്രത വളർത്താൻ കരാട്ടെ പരിശീലനം സഹായിക്കുന്നു.
പണ്ട് കരാട്ടെ പഠിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് വിരളമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി പാടെ മാറി. ഇപ്പോൾ എത്തുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. കാരണം ഞാനിത് കരാട്ടെ തുടങ്ങുന്ന സമയത്ത് ലേഡീസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിരുന്നു. ആ സമയത്ത് കൂടുതലും ആൺകുട്ടികളായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നു. ഭയത്തിനുമേൽ ആത്മവിശ്വാസം നേടുന്ന വിജയമന്ത്രമായി ഇന്ന് പല സ്ത്രീകളും കരാട്ടയെ കാണുന്നു. ഇരുളടഞ്ഞ വഴികളിലും പ്രതിസന്ധികളിലും പതറാതെ നീങ്ങാൻ സ്ത്രീകളെയും കുട്ടികളെയും ഈ ആയോധനകല പ്രാപ്തരാക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.